ഹലോ എവരിവൺ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ 2025 ഒരു റീക്യാപ്പ് ആയിട്ടാണ്. അപ്പം 2025 എനിക്ക് പേഴ്സണലി എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അത്ര വേഗത്തിൽ പോയതായിട്ട് എനിക്ക് തോന്നിയില്ല, എന്നാൽ ഒട്ടും സ്ലോ ആയിട്ടും എനിക്ക് തോന്നിയില്ല. ഒരു നോർമലി അങ്ങ് പോയി എന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്ക് എല്ലാവരും കാര്യം എനിക്കറിയില്ല, എല്ലാവരും പറഞ്ഞ് പെട്ടെന്ന് പോകുന്നു, പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ 2026 കിടക്കുമ്പോൾ എനിക്ക് എന്താണെന്ന് ചോദിച്ചാൽ കുറേ ആഗ്രഹങ്ങളുണ്ട്. 2025 ബാക്കി വെച്ച കുറേ ആഗ്രഹങ്ങൾ സെയിം ആഗ്രഹങ്ങളായിട്ട് അതിൽ കുറേയൊക്കെ സാധിച്ചു. സെയിം ആഗ്രഹങ്ങളായിട്ട് 2026 പോകുന്നു. അപ്പം 2025 പഠിച്ച മീൻസ് ഞാൻ വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 2026 ആരെയും ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യരുത്. എല്ലായ്പ്പോഴും എല്ലാവരും നമ്മുടെ കൂടെ കാണുന്നില്ല, അതിൽ നമ്മൾ കരുതുന്നവരാരും നമ്മുടെ കൂടെ കാണുന്നില്ല. ചുരുക്കം ചിലർ മാത്രം, ചിലപ്പോൾ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം കൂടെ നിൽക്കുന്നവർ മാത്രമേ കാണത്തുള്ളൂ. ചിലർ നമ്മളുടെ അടുത്ത് കൂട്ടുകൂടാറില്ലേ, ഇൻ കേസ് റിലേറ്റീവ്സ് ആയാലും ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എന്തിലായാലും ബ്ലൈൻഡ്ലി ആരെയും ട്രസ്റ്റ് ചെയ്യരുത്. ആ ട്രസ്റ്റ് ഇഷ്യൂസ് ഒരു തവണ നമുക്കൊരു ട്രസ്റ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര അടുത്തൊരു ആൾ നമ്മുടെ അടുത്ത് കോൺടാക്ട് ചെയ്യുമ്പോഴോ അടുത്തൊരു കാര്യത്തിൽ നമുക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂസ് നമ്മളെ അഫക്റ്റ് ചെയ്യും. നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും, ഇയാൾ അതുപോലെ ആയിരിക്കും, അങ്ങനെ നമുക്ക് ചിന്ത വരും. അപ്പം ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ഞാനാണെങ്കിൽ എല്ലാവരും ആൾക്കാരും മനസ്സിലാക്കാൻ അറിയില്ല. അതൊന്നാമത്തെ കാര്യം, എല്ലാവരും ബ്ലൈൻഡ്ലി ഞാൻ ട്രസ്റ്റ് ചെയ്യും. അത് ഞാൻ ഈ വർഷം നിർത്തും. ഞാൻ ട്രൈ ടു ലിമിറ്റ്, ബിക്കോസ് ഒരു ലിമിറ്റേഷൻസ് ആണ് എല്ലാത്തിനാണെങ്കിലും. പിന്നെ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. കുറേ പേര്, അതായത് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ആയാലും റിലേറ്റീവ്സ് ആയാലും ഇപ്പോൾ കുറേ പേര് നമ്മൾ മീൻസ് കൂടെ കൊളീഗ്സ് ആയാലും എല്ലാവരും എന്നെ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നവർക്ക് താങ്ക്സ്. നമ്മുടെ ഗുഡ് ടൈംസിലും ബാഡ് ടൈംസിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രമേ എപ്പോഴും നമ്മുടെ കൂടെ കാണത്തുള്ളൂ. അത്രയൊക്കെ എനിക്ക് മീൻസ് അങ്ങനെ ഞാൻ വിചാരിക്കാത്ത പല കാര്യങ്ങളും നടന്ന വർഷം 2025. യൂട്യൂബ് എന്ന് പറയുന്നത് എനിക്ക് മീൻസ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എനിക്ക് അക്കൗണ്ട് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു തികച്ച ഇൻട്രോവേർട്ടായിരുന്നു ഞാൻ നേരത്തെ. അതായത് എൻ്റെ ഫസ്റ്റിൽ ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പം നല്ല ഒരു എക്സ്ട്രോവേർട്ട് ടൈപ്പായി. അപ്പം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ നടക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷേ അത് നടന്നൊരു വർഷം 2025, അത് ഞാൻ മറക്കില്ല. പിന്നെ കുറേ ആഗ്രഹങ്ങളുണ്ടായിരുന്നു, അതൊക്കെ നടത്തി. ഇനിയും കുറച്ചും കൂടെ ഉണ്ട്, അത് നെക്സ്റ്റ് ഇയറിലേക്ക് ബാക്ക് ചെയ്യുന്നു. അടുത്ത വർഷം നമുക്ക് ചെയ്യുന്ന എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇതൊക്കെയുള്ള എനിക്ക് താങ്ക്സ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.